ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് ലഭിക്കുന്നില്ല? അതിൻ്റെ കാരണമാണ് ഈ വാക്യത്തിൽ കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് കിട്ടേണ്ട മറുപടി നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. അവിടെ നിരാശ നമുക്ക് തോന്നും, ഭാരം നമുക്ക് തോന്നും. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലുണ്ടാകും. അതിനൊരു ഉത്തരമാണ് ഈ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, വ്യക്തമായ ഉത്തരം ലഭിക്കണമെങ്കിൽ, വ്യക്തമായൊരു ആൻസർ കിട്ടണമെങ്കിൽ ഈ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം, ആ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് ആര് പാലിക്കുന്നുവോ, പ്രായോഗികമാക്കുന്നുവോ, അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ് ഈ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ആ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, യാചിക്കുന്നതൊക്കെയും ലഭിക്കണമെങ്കിൽ, വചനപ്രകാരമുള്ള നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഫോർമുല, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ മർമ്മം, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ജീവിതം അത് പരിപൂർണമായി പാലിക്കാത്തിടത്തോളം ദൈവികമായ മറുപടി ലഭിക്കില്ല. മറുപടി ലഭിക്കണമെങ്കിൽ ഈ കാര്യം നമ്മൾ പാലിക്കണം. ഈ ഒരൊറ്റ കാര്യം പാലിച്ചാൽ മതി. പ്രാർത്ഥന നടക്കും, പക്ഷേ ഈ കാര്യം പലപ്പോഴും പലരും പ്രായോഗികമാക്കാറില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ലഭിക്കും എന്നല്ല വിശ്വസിക്കേണ്ടത്, ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമല്ല വിശ്വസിക്കേണ്ടത്. യേശു പറഞ്ഞത് അതേ അർത്ഥതലത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരണം. ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞൊരൊറ്റ കാര്യം, നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു, എനിക്ക് കിട്ടി, എൻ്റെ ജീവിതത്തിൽ കിട്ടി, എൻ്റെ കുടുംബത്തിൽ കിട്ടി, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ കിട്ടി, എൻ്റെ സഭയിൽ കിട്ടി, എൻ്റെ നീറുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ മറുപടി ലഭിച്ചു എന്ന് ഹൃദയം കൊണ്ട് അചഞ്ചലമായി വിശ്വസിക്കണം. ലഭിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുക. എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും? അതാണ് കർത്താവ് ഈ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഇവർക്ക് പലപ്പോഴും മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു മനസ്സോ ചിന്തയോ അവർക്കുണ്ടാകാറില്ല. വീണ്ടും ഒരു പ്രാർത്ഥിക്കും, നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഒരു പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം
അത് ലഭിക്കും, ലഭിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കും. ഭാവന കാണും, സ്വപ്നം കാണും. പ്രാർത്ഥിക്കുന്നത് ഒരു രീതി, വിശ്വസിക്കുന്നത് വേറൊരു രീതി. അതുകൊണ്ട് അവർക്ക് മറുപടി ലഭിക്കാതെ വരുന്നു. മറിച്ച് നമ്മൾ യേശു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ ഈ വചനപ്രകാരമുള്ള വിഷയങ്ങൾ, ആത്മിക വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, കുടുംബ സംബന്ധ വിഷയമാകട്ടെ, സഭാ സംബന്ധമായ വിഷയമാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ വിഷയമാകട്ടെ, എന്തുവാണെങ്കിലും കൃപാവരങ്ങൾ ലഭിക്കുന്ന കാര്യമാകട്ടെ, എന്തും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഒരു ജോലി നമുക്കുണ്ട്. എന്താണ് ആ ജോലി? മറുപടി ലഭിക്കേണ്ട ആ പ്രാർത്ഥനയുടെ വലിയ മർമ്മമാണ്. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം വെറുതെ ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും, സഞ്ചരിക്കുമ്പോഴാണെങ്കിലും, കുളിക്കുമ്പോഴാണെങ്കിലും, എപ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങനൊരു സങ്കല്പത്തിൽ ജീവിക്കണം. പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതായി നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ മനസ്സിൽ അത് കാണണം. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ഥലവും വീടും ലഭിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ നമ്മൾ സങ്കല്പിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, സ്വപ്നം കാണേണ്ടത് എന്താണ്? നമ്മൾ ആ വീട്ടിൽ നമ്മളും നമ്മളെ കുടുംബവും സന്തോഷത്തോടെ പാർക്കുന്നത് നമ്മൾ സ്വപ്നം കാണണം. അതിൻ്റെ മുറികളിൽ നമ്മൾ നടക്കുന്നത് സ്വപ്നം കാണണം. അടുക്കളയിൽ സഹോദരിമാർ, പ്രത്യേകിച്ച് ഭാര്യയും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പാചകം ചെയ്യുന്നത് സങ്കല്പിക്കുക. ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങുന്നത് സങ്കല്പിക്കുക. വെൽക്കം റൂമിൽ കരങ്ങളടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ സങ്കല്പിക്കുക. ആ വീടിൻ്റെ പരിസരത്ത് കൂടി നടക്കുന്നത് നമ്മൾ സ്വപ്നം കാണുക. അവിടെ നല്ല നല്ല ചെടികൾ നട്ടു വളർത്തുന്നത് നമ്മൾ സ്വപ്നം കാണുക. നമ്മൾ അവിടെ ഇരുന്ന് TV കാണുന്നത് സ്വപ്നം കാണുക. നമ്മുടെ ആ ഭവനത്തിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കടന്നു വന്ന് നമ്മോടൊപ്പം സന്തോഷം പങ്കിടുന്നത് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ സഭയായിട്ട് അവിടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നതും ദൈവദാസന്മാർ വരുന്നതും വലിയ പ്രാർത്ഥന കൂടിവരവുകൾ നടക്കുന്നത് നമ്മൾ സങ്കല്പിക്കുക, മനസ്സിൽ കാണുക. അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ വാചകത്തിൻ്റെ അവസാന വാക്യത്തിൽ കർത്താവ് ഒരു സത്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്നാൽ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ലഭിച്ചു എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടാൽ, ലഭിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ, ലഭിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിൽ കാണുകയാണെങ്കിൽ, മനസ്സിന്റെ സ്ക്രീനിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവിൽ അത് വിശ്വസിച്ച് അത് ലഭിച്ചു, ആ പ്രാർത്ഥിച്ച വിഷയം പൂർണ്ണമായി കിട്ടിക്കഴിഞ്ഞു, ഞാനത് അനുഭവിക്കുന്നു, ഞാനത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, ആ പ്രാർത്ഥിച്ച വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, അത് കൃപാവരമാണെങ്കിലും, അതൊരു ഭൗതിക വിഷയമാണെങ്കിലും, അതൊരു രോഗശാന്തിയുടെ വിഷയമാണെങ്കിലും, ആത്മാക്കളെ നേടുന്ന വിഷയമാണെങ്കിലും, ഒരു ശുശ്രൂഷയുടെ കാര്യമായിരുന്നാലും, ഒരു ഭൗതികമായ മറ്റേതെങ്കിലും ഒരു വിഷയത്തിന്റെ കാര്യമായിരുന്നാലും, അത് ആ പ്രാർത്ഥിക്കുന്ന വിഷയം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. വളരെ സിമ്പിളായി കർത്താവ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്. വളരെ സിമ്പിളായി. ഇത് പലരും, ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യാറില്ല. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ടൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനുശേഷം ലഭിച്ചുവെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ, ലഭിച്ചുവെന്ന് അവരുടെ മനസ്സിനെ പഠിപ്പിക്കുവാൻ, പറയുവാൻ അവർക്ക് കഴിയാതെ വരുന്നു.
അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉണ്ടാകാതെ വരുന്നു. അപ്പോൾ അവർ നിരാശപ്പെടുന്നു, അപ്പോൾ അവർക്ക് പ്രാർത്ഥന കുറയുന്നു, അപ്പോൾ അവർ പുറകോട്ട് പോകുന്നു. യേശു പറഞ്ഞത് നാം പ്രായോഗികമാക്കുകയാണെങ്കിൽ അത്ഭുതകരമായ വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.